വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വചനങ്ങൾ. യേശുവിൻ്റെ സ്വർഗാരോഹണം. അവൻ അവരെ ബഥനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിച്ചുകൂട്ടി. ഏറ്റവും പ്രിയമുള്ള പുരോഹിതരെ, സന്യാസികളെ, മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, മെയ് മാസം 9-ാം തീയതി ആയിരുന്നു ഈശോയുടെ സ്വർഗാരോഹണ തിരുനാള്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം 40 ദിവസങ്ങൾ 40 ദിനരാത്രങ്ങൾ യേശു ഈ ഭൂമിയിൽ ശിഷ്യന്മാരുടെ ഇടയിലും എമൗസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരുടെ ഇടയിലും യേശുവിനെ അനുഗമിച്ച ഭക്ത സ്ത്രീകൾക്കും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും ഈ ഭൂമിയിൽ ജീവിച്ചു. 40-ാം നാൾ യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാള് ലാറ്റിൻ സഭയില് ഞായറാഴ്ചയാണ് ആഘോഷപൂർവമായി കൊണ്ടാടുന്നത്. മറ്റ് ഈസ്റ്റേൺ സഭകളിൽ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലൊക്കെ വ്യാഴാഴ്ചയായിരുന്നു ഈശോയുടെ സ്വർഗാരോഹണ തിരുനാള് നമ്മൾ ആഘോഷിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വചനങ്ങളിലും, അപ്പസ്തോല പ്രവർത്തനങ്ങളില് 1-ാം അധ്യായം 9, 10, 11 ഈ തിരുവചനങ്ങളിലും ഈശോയുടെ സ്വർഗാരോഹണത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഈശോയുടെ ഈ സ്വർഗാരോഹണത്തെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ലൂക്കാ സുവിശേഷകൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 1-ാമത്തെ വോളിയം അല്ലെങ്കിൽ 1-ാമത്തെ പുസ്തകത്തെ അറിയപ്പെടുക സുവിശേഷം എന്ന പേരിലാണ് അറിയപ്പെടുക. യേശു ഈ ഭൂമിയിലേക്ക് ആഗതനായി ഈ ലോകത്തില് യേശു ചെയ്ത ഓരോ കാര്യങ്ങളുമാണ് അവിടുന്ന് ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ലൂക്കാ സുവിശേഷകന്റെ 2-ാമത്തെ പുസ്തകമാണ്, 2-ാമത്തെ വോളിയമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ സ്വർഗാരോഹണം. ഈശോയുടെ സ്വർഗാരോഹണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്നാമത് വരുന്നത് ഈശോ ശിഷ്യന്മാരെ ബഥനി വരെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശുവിന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ പലപ്പോഴും ഈശോ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. ചിലപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനെയും മാത്രമാണ് കൂട്ടിക്കൊണ്ടുപോവുക. ഈശോയുടെ സ്വർഗാരോഹണ ദിവസം ഈശോ കൂട്ടിക്കൊണ്ടുപോയത് 11 പേരെയാണ്. യൂദാസിനെ നമുക്കറിയാം. യൂദാസ്ക്ക് അറിയാത്ത യേശുവിനെ ഒറ്റിക്കൊടുത്ത ആ ശിഷ്യൻ തൂങ്ങി മരിച്ചു എന്ന് നമുക്കറിയാം. ഈശോയുടെ സ്വർഗാരോഹണത്തിൽ 2-ാമത് നമ്മൾ ചിന്തിക്കുന്നത്, അവർ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ as he was blessing them, അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ മേഘത്തില് എടുക്കപ്പെട്ടു എന്നാണ്. 3-ാമത് നമ്മൾ കാണുന്നത് ഈശോ തന്റെ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുന്നതാണ്.
raised his hands and blessed them. അഞ്ചാമത് ഈശോയുടെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളില് 1:3 40 ദിവസത്തിന് ശേഷം ഈശോ സ്വർഗാരോഹണം ചെയ്ത സംഭവം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വചനം, 2-ാം അധ്യായം 8-ാം വചനം, 2-ാം അധ്യായം 9-ാം വചനം. യോഹന്നാന്റെ സുവിശേഷത്തില് യേശു സ്വർഗത്തിലേക്ക് പോയി എന്ന് കൃത്യമായി പറയുന്നില്ല, പക്ഷേ ധാരാളമായി യേശു സ്വർഗത്തിലേക്ക് പോയി എന്ന് AD 95 എഴുതിയ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും 14-ാം അധ്യായം 28-ലും 16-ാം അധ്യായം 5-ലും 20-ാം അധ്യായം 17-ലും 16-ാം അധ്യായം 17-ാമത്തെ വചനത്തിലും. അപ്പൊ ആദിമ സഭയില് യേശുവിൻ്റെ സ്വർഗാരോഹണത്തെ കുറിച്ചുള്ള ചിന്തകള് ശക്തമായിരുന്ന ചിന്തകള് യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ്. ആദിമ സഭയില് ഈശോയുടെ സ്വർഗാരോഹണത്തെ കുറിച്ച് നമുക്ക് തിമോത്തിയോസിന് എഴുതിയ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് യോഹന്നാൻ സുവിശേഷകൻ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കും എന്നെല്ലാം പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് സ്വർഗാരോഹണത്തോടുകൂടിയാണ്. ആറാമത് നമ്മൾ കാണുന്നത് യേശുവിന്റെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ടിട്ട് 8 കാര്യങ്ങൾ വരും. ഒന്ന്, ഈ ലോകത്തിൽ തൻ്റെ ജീവിതം തീർന്നു, പുതിയൊരു ജീവിതത്തിലേക്ക് യേശു പോകുന്നു. രണ്ടാമത് വരുന്ന ഈശോയുടെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ജീസസ് ക്രൈസ്റ്റ് ദ ഹൈ പ്രീസ്റ്റ്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം വചനം മുതലാണ്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25. 8 കാര്യങ്ങൾ യേശുവിന്റെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട് വരുന്നതിൽ മൂന്നാമത്തെ കാര്യം ഔട്ട്പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസം. ഈശോയുടെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യമാണ് 4-ാമത് വരുന്നത്. The ascension of Jesus Christ means that he will come back the same way as he left. യേശു പോയതുപോലെ തന്നെ യേശു തിരിച്ചു വരുമെന്ന് പറയുന്നതാണ്. 5, വിശ്വാസികളുടെ ഹൃദയത്തിൽ തുടിച്ചു നിൽക്കുന്ന യേശുവിന്റെ സ്വർഗാരോഹണ ചിന്തയും അനുഭവവും. 6, the ascension of Jesus Christ means that the mission work of Jesus Christ that entrusted to not only to the disciples but also to the all people who are going to believe. വരുവാൻ പോകുന്ന ജനത്തിന്റെ ആഴമായ മിഷൻ പ്രവർത്തനമാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. 7-ാമത് വരുന്നത് ascension of Jesus Christ foreshadows our future ascension in heaven. നമ്മുടെ ഇനി വരുന്ന ഒരു സ്വർഗാരോപണത്തെ കുറിച്ച് യേശുവിൻ്റെ ആ സ്വർഗാരോപണത്തിൽ പങ്കുപറ്റുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. 8-ാമത്തേത് യേശു പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ അവിടെ വഴിയൊരുക്കാൻ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കൽ അനേകം മുറികളുണ്ട്, അവിടെ വഴിയൊരുക്കാനായിട്ട് നിങ്ങൾക്ക് പോകുന്നു. അപ്പൊ സ്വർഗം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കർത്താവ് വിവക്ഷിക്കുന്ന, യേശു വിവക്ഷിക്കുന്ന ഒരു മുറി നമുക്കുണ്ട്. നമ്മുടെ മരണത്തോടെ തീരുന്നതല്ല ജീവിതം. സ്വർഗാരോഹണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തില് 50-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക, ജീസസ് led them into Bethany. ബെഥനിയിലേക്ക് ഈ 11 പേരെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ജെറൂസലം എന്നും പുറത്തൊരു ഗ്രാമമായ പ്രദേശത്തിലേക്ക് ഈ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. യേശുവിന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് പലപ്പോഴും അറിയാം, ഈ 12 പേരെയും യേശു കൂട്ടിക്കൊണ്ടുപോകുന്നത് ചില അവസരങ്ങളിൽ യേശു പത്രോസ്, യാക്കോബ്, യോഹന്ന ഇവരെ മാത്രം കൂട്ടിക്കൊണ്ടുപോകുന്നു. യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത്
സീനായ് മലയിലേക്ക് കൊണ്ടുപോകുന്നത്, രൂപാന്തരീകരണം നടന്ന ആ മലയിലേക്ക് കൊണ്ടുപോകുന്നത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മാത്രമാണ്. ഇവരെ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. ജായിറോസിന്റെ മകള് മരിക്കുമ്പോൾ ഈശോ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മാത്രമാണ്. എന്നാൽ ഗെത്സമൻ തോട്ടത്തിലേക്ക് യേശു കൊണ്ടുപോകുന്നത് 11 ശിഷ്യന്മാരെയാണ്. അതുപോലെ തന്നെ ഈ ബദനിയിലേക്ക് യേശു കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ യേശുവിന്റെ ഉയർപ്പിനു ശേഷമാണ് കൊണ്ടുപോകുന്നത്. ലൂക്കായുടെ സുവിശേഷത്തില് ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദല മറിയത്തിനും മറ്റേ മറിയത്തിനുമാണ്. പിന്നീട് നമ്മൾ കാണുകയാണ് യേശു പ്രത്യക്ഷപ്പെടുന്നത് ഈ ശിഷ്യന്മാർക്കാണ്. ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈശോ പറയുക, നിങ്ങൾക്ക് സമാധാനം. അപ്പൊ സമാധാനം നൽകിക്കൊണ്ട് അടഞ്ഞുകിടക്കുന്ന വാതിലിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന യേശു എങ്ങനെയാ പ്രവേശിച്ചത്? അടഞ്ഞുകിടക്കുന്ന വാതിലിന്റെ ഉള്ളിൽ യേശു പ്രവേശിച്ചു. ആ അടഞ്ഞുകിടക്കുന്ന വാതിലിന്റെ ഉള്ളിൽ പ്രവേശിച്ച് അവരോട് പറയുക, നിങ്ങൾക്ക് സമാധാനം. ഈ സമാധാനം നൽകിയ ശേഷമാണ് ഈശോ ഈ മുറിയുടെ ഉള്ളിൽ നിന്ന് ശിഷ്യന്മാരെ 11 പേരെ ബദനിയിലേക്ക് കൊണ്ടുപോകുന്നത്. ബദനിയുടെ പ്രത്യേകത നമുക്കറിയാം. യേശുവിന്റെ സ്നേഹിതനായ ലാസർ, മർത്ത, മറിയം ഇവരുടെ ഗ്രാമമാണ്. ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലേക്കാണ് യേശു കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുചെന്നിട്ട് ഈശോ അവരെ കുറ്റപ്പെടുത്തുകയൊന്നും അല്ല ചെയ്യുന്നത്. ഈശോ ബദനിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കൈകൾ ഉയർത്തി. അപ്പൊ ബദനിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഒരു പ്രത്യേക നിയോഗത്തിനാണ്. അവിടുന്ന് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം കാണുവാനായിട്ട്. അപ്പൊ അവിടെ ഒരു മേഘം വന്ന് മറച്ചു യേശുവിനെ മറച്ചു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ 8, 9, 10 വചനങ്ങളിൽ കാണുകയാണ്, യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുമ്പോൾ അവരെല്ലാം നോക്കി നിൽക്കുകയാണ് മുകളിലേക്ക്. അപ്പോൾ മാലാഖ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് നോക്കി നിൽക്കുന്നത്? പോയതുപോലെ ഈശോ തിരിച്ചു വരും. അപ്പൊ ഒന്നാമത്തേത് ബദനിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ഇന്ന് യേശു നമ്മളെ ഓരോരുത്തരെയും ബദനി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്, ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്തിനാണ് യേശു കൂട്ടിക്കൊണ്ടുപോയതെന്ന് പറയുന്നില്ല. ഈ ഇന്ന് ദേവാലയത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന എന്തിനാണെന്ന് ഈശോ പറയുന്നില്ല. നിങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന എന്തിനാണെന്ന് പറയുന്നില്ല. ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുന്നത്. അപ്പൊ യേശുവാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ദേവാലയത്തിന്റെ ഉള്ളില് ഈ വചനം കേൾക്കുന്ന ഈ അവസരത്തിൽ ദൈവമാണ് യേശുവാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ യേശു ചെയ്തത് ഒന്നാമത് സ്വർഗാരോഹണത്തിൽ ചെയ്തത് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. രണ്ടാമത് പറയുകയാണ്, അവൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ. അബ്രാഹത്തെ ദൈവം വിളിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ അങ്ങനെ ഒരു അനുഗ്രഹമായി തീരും. അപ്പൊ ദൈവം അബ്രാഹത്തെ എന്തിനാണ് വിളിച്ചത്? അനുഗ്രഹിക്കാനായിട്ടാണ്. സാധാരണ ആളുകളോട് ചോദിക്കുമ്പോൾ പറയും, ദൈവം എന്തിനാണ് വിളിച്ചത് അബ്രാഹത്തെ എന്ന് ചോദിച്ചാൽ പറയും, തലമുറകളുടെ പിതാവാകാനായിട്ടാണ്. അല്ല, അങ്ങനെയല്ല അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ അങ്ങനെ ഒരു അനുഗ്രഹമായി മാറും. അപ്പൊ അബ്രാഹത്തില് യേശു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മോശ ഫറവോന്റെ അടിമത്തിൽ നിന്ന് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി, ഇസ്രായേൽ ജനതയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. 40 സംവത്സരം എടുത്ത് കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവം യഹോവയാണ് അവിടെ കൂട്ടിക്കൊണ്ടുപോയതെങ്കിൽ ഇവിടെ യേശു കൂട്ടിക്കൊണ്ടുപോകുന്നു. അബ്രാഹമാണ് അവിടെ അനുഗ്രഹിച്ചതെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാല് മക്കാരിയോസ് എന്നാണ് പറയുക. ഞാൻ നിന്നെ മക്കാരിയോസും, ഞാൻ നന്മ കൊണ്ട് നിന്നെ നിറയ്ക്കും, നല്ല ആശീർവാദം കൊണ്ട് നിന്നെ നിറയ്ക്കും, നിനക്ക് സൗഭാഗ്യം നൽകും, ഒളിച്ചുകൂടാതെ മറച്ചു വെക്കാതെ പൂർണ്ണമായിട്ട് നൽകുന്നു. അത് അനുഗ്രഹം. ഈ അനുഗ്രഹം വാങ്ങാനായിട്ടാണ് ഈ വചനം കേൾക്കുന്നവരെ, ഈ ധ്യാനം കൂടുന്നവരെ, പള്ളിയിൽ വന്നിരിക്കുന്നവരെ, വഴിയിലൂടെ പോകുന്നവരെ, ഈ വചനം കേട്ടുകൊണ്ട് വണ്ടിയിൽ കേട്ടുകൊണ്ട് പോകുന്നവരെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാനാ. എന്തിനാണ് അനുഗ്രഹിക്കുന്നത്, എന്ത് കാര്യമാണ് അനുഗ്രഹിക്കുന്നത് എന്ന് അവിടെ പറയുന്നില്ല. അതാണ് പ്രത്യേകത. ബദനിയയില് യേശു കൂട്ടിക്കൊണ്ടുപോയി.
അതിനു മുമ്പ് യേശു ഇവരെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ നൽകുവനെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വം. നിങ്ങൾ കെട്ടപ്പെടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കും. ആ ദൗത്യമാണ് അനുഗ്രഹിക്കുന്ന ദൈവം. അപ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഉദ്ധിതനായ മിശിഹ അനുഗ്രഹിക്കുകയാണ്. മൂന്നാമത്തേത്, യേശു കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചു. ഞാൻ ജനിച്ചു വളർന്നത് കുട്ടമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഞായപ്പള്ളി എന്ന് പറയുന്ന വിശുദ്ധ അന്തോണീസ് ഉണ്ണിയാൻ്റെ ഒരു ദേവാലയമുണ്ട്. അവിടെയാണ് എന്നെ മാമോദീസ മുക്കിയത്. അവിടെയാണ് എനിക്ക് സ്ഥൈര്യലേപനം നൽകിയത്. അവിടെ വെച്ചാണ് വൈദികൻ എൻ്റെ കാലുകൾ കഴുകി പെസഹ വ്യാഴാഴ്ച ചുംബിച്ചത്. അവിടെ ആ ഒരു കല്ലുകൾ കൊണ്ട് തീർത്ത ഒരു പഴയ ദേവാലയം ഉണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഞായപ്പള്ളി സെന്റ് അന്തോണീസ് പള്ളിയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ദേവാലയത്തിന്റെ മുകളില് കരങ്ങൾ ഉയർത്തിയ ഒരു വലിയ യേശുവിന്റെ രൂപമുണ്ടായിരുന്നു. നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് ചെന്നാല് ഡോൺ ബോസ്കോക്കാരുടെ എല്ലാ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും കാണുന്നതാണ് കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഈശോ. ഈശോ ഇതുപോലെ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുകയാണ്. ആ പള്ളിയുടെ മുകളിലിരുന്ന ആ മനോഹരമായ രൂപം ഇന്ന് താഴോട്ട് കൊണ്ടുവന്ന് വേറൊരു രീതിയിൽ അടുത്തു കാണുവാനായിട്ട് സാധിക്കും. വലിയ രൂപമാണ്. ഈ കൈകൾ ഉയർത്തി അനുഗ്രഹിക്കുന്ന യേശുവിൻ്റെ വലിയൊരു രൂപം ഫിലിപ്പൈൻസിൽ പോയപ്പോൾ ഞാൻ കണ്ടു. അവിടെ സിമിത്തേരിയില് കൈ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന വലിയ ഒരു യേശുവിൻ്റെ രൂപമുണ്ട്. എനിക്ക് തോന്നുന്നു 3, 4, 5 ആൾ ഉയരമുള്ള ഒരു രൂപമാണ്. ആ സിമിത്തേരിയില് വലിയൊരു യേശുവിന്റെ രൂപം ഫിലിപ്പൈൻസിൽ അത്രയും വലിയ രൂപം ഞാൻ കണ്ടിട്ടില്ല. പെരുമ്പാവൂരിന് യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു പള്ളിയുടെ സെന്റ് മേരീസ് ദേവാലയത്തിന് മുമ്പില് കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന ഒരു വലിയ യേശുവിന്റെ രൂപമുണ്ട്. ഡോൺ ബോസ്കോക്കാര് ആ പള്ളി അവരുടെ പള്ളികളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ഈ കരമുയർത്തി നിൽക്കുന്ന യേശു. ലൂക്കായുടെ സുവിശേഷത്തില് 24-ാം അധ്യായത്തില് 50-51 വചനങ്ങളിൽ അതാണ് കാണുക, കരങ്ങൾ ഉയർത്തി. ഈ കരങ്ങൾ ഉയർത്തി എന്ന് പറയുന്ന ഈ യേശുവിന്റെ ആ വചനം വെച്ചുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം പഠനം നടത്തിയ ഒരു വൈദികൻ അത് മാത്രം എടുത്തുകൊണ്ട്, ആ വചനം മാത്രം എടുത്തുകൊണ്ട് ഒരു ഡോക്ടർ തീസിസ് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ കരങ്ങൾ ഉയർത്തിയാണ് യേശു അനുഗ്രഹിക്കുന്നത്. ഒരു കൈ അല്ല, 2 കരങ്ങളും ഉയർത്തി യേശു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു രൂപമായിരിക്കാം, പക്ഷേ യേശു നമ്മളെ അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ കുർബാനകളിലൊക്കെ അവസാനമാകുമ്പോഴും ഉദാശകൾ പരികർമ്മം ചെയ്യുമ്പോഴും വൈദികൻ കരങ്ങൾ ഉയർത്തിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്ഥൈര്യലേപനം കൊടുക്കുമ്പോൾ കരങ്ങൾ ഉയർത്തിയ ശിശുവിൻ്റെ അല്ലെങ്കിൽ മുതിർന്ന ആളുടെ ശിരസിന് മുകളിൽ കരമുയർത്തിയാണ്. അതൊരു സ്നേഹത്തിൻ്റെ അടയാളമാണ്, ബഹുമാനത്തിൻ്റെ അടയാളമാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. നിനക്ക് എന്ത് ആവശ്യമാണോ ഈ ആവശ്യം ഞാൻ സാധിച്ചു തരും. പ്രിയമുള്ളവരെ, പലപ്പോഴും ധ്യാനം നടത്തുമ്പോൾ ഈ ആളുകളൊക്കെ വരുമ്പോൾ ഈ കരങ്ങൾ ഉയർത്തിയിട്ട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സങ്കീർത്തനങ്ങൾ ആവർത്തിച്ചെല്ലും. ഈ ദിവസങ്ങളിൽ, അതായത് യേശുവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ദിവസം തൃശ്ശൂർ സൈഡിൽ നിന്നും ഒരു മകള് വന്നിരിക്കുകയാണ്. ഒത്തിരി ആശുപത്രികളിലൊക്കെ പോയി ചികിത്സിച്ചിട്ടും അവളുടെ ശക്തമായ തലവേദന മാറുന്നില്ല. ഞാൻ ഇന്ന് ഈ വചനം പറയുന്ന ഈ സ്ഥലത്ത് ആ മകളും ആ മകളുടെ ബന്ധുക്കളും കൂടി വന്നിരിക്കുകയാണ്. ഒരു ചെറിയ ഇല അല്പം നല്ലെണ്ണയിൽ മുക്കിയിട്ട് ആ മകളുടെ ശിരസിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, വർഷങ്ങളായിട്ട് തലവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ഈ മകളെ അനുഗ്രഹിക്കണമേ. പൂശപ്പെട്ട കരങ്ങളാണ് വൈദികരുടേത്. പരിശുദ്ധ കുർബാന എടുത്തിട്ട് ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ, വാങ്ങി കുടിക്കുവിൻ എന്ന് അരുളി ചെയ്യുന്ന ആ വൈദികന്റെ കരങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വർഷങ്ങളായ തലവേദന മാറിപ്പോകും. ഈ അടുത്ത നാളുകളില് വാഴത്തോപ്പ് പള്ളിയിൽ ഒരു വിവാഹം ആശീർവദിക്കാനായിട്ട് ഞാൻ പോയി.
അവിടെ പള്ളിയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്നെ വിളിക്കുകയാണ്. MCOM ഒക്കെ കഴിഞ്ഞത്, നല്ല മാർക്കോടെ ജയിച്ച ഒരു പെൺകുട്ടിയാ. സണ്ണിയച്ഛനാണോ? അതെ. പിന്നെ എന്നെ കണ്ടുകൊണ്ട് ആ കൊച്ച് നല്ല സ്പീഡിൽ ഓടി വന്ന് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അവള് 5-ലോ 6-ലോ പഠിക്കുമ്പോൾ അവളുടെ കാലിന്റെ വിരലുകളെല്ലാം ചീഞ്ഞളിഞ്ഞ് ശക്തമായ മണത്തില് എൻ്റെ മുറിയിൽ കയറി വരുമ്പോൾ ആ ചെലമെല്ലാം എൻ്റെ മുറിയിൽ വീഴുകയാണ്. അവളുടെ ശിരസിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് അന്ന് പ്രാർത്ഥിച്ചു, കാരുണ്യവാനായ യേശുവേ, അങ്ങ് സ്വർഗത്തിലേക്ക് ഉദ്ധിതനായി പോകുമ്പോൾ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചല്ലോ. ഈ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ മകളുടെ കാലിലെ ശക്തമായ ചീഞ്ഞ മുറിവുകള്, ശക്തമായ ചെലമൊലിക്കുന്ന ഈ മുറിവുകൾ ഉണങ്ങണമേ. പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കുകയാണ്. ഒരു വൈദികൻ ആത്മാർത്ഥമായിട്ട് ഹൃദയം നൊന്ത് വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെഥനിയിലെ ഒരു ഗ്രാമത്തില് ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന്റെ തുടർച്ചയാണ് ഓരോ വൈദികരും മെത്രാന്മാരും പരിശുദ്ധ പിതാവും എല്ലാം. അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനല്ല, ദൈവം നൽകിയ ഒരു ദാനമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളെ ഈ നിമിഷത്തിൽ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളിൽ രോഗികളായ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ദൈവമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ, ഈ രോഗികളെ അനുഗ്രഹിക്കണമേ. വർഷങ്ങളായിട്ട് ചികിത്സയിൽ കഴിയുന്ന അപസ്മാര രോഗികളെ സുഖപ്പെടുത്തണമേ. എൻ്റെ മനസ്സിലേക്ക് കർത്താവേ അങ്ങ് തരുന്ന ഒരു ദാനമാണല്ലോ അപസ്മാര രോഗികള്, ഹിസ്റ്റീരിയ പിടിച്ചവര്, എപ്പിലെപ്സി ബാധിച്ചവര്. കർത്താവെ അങ്ങ് സുഖപ്പെടുത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹിക്കാൻ ഉയർത്തിയ കരം ഒരിക്കലും താണിട്ടില്ല. അതാണ് ഒരു പ്രത്യേകത. ലൂക്കാ സുവിശേഷകന്റെ സുവിശേഷത്തില് 24-ാം അധ്യായത്തില് ഉദ്ധിതനായ യേശുവിന്റെ കരം, സ്വർഗാരോഹണം ചെയ്ത യേശുവിന്റെ കരം ഒരിക്കലും താണിട്ടില്ല, ഒരിക്കലും താഴുകയുമില്ല. ആ ഉയർത്തിയ കരങ്ങളുമായിട്ട് യേശു സ്വർഗത്തിലേക്ക് പോയി. ആ പോയ യേശു നമ്മിലേക്ക് തന്നെ, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, ചീഞ്ഞളിഞ്ഞ മുറിവിലേക്ക്, ക്യാൻസർ രോഗങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക്, കടബാധ്യതകളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നതായിട്ട് ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സാധിക്കുമെങ്കിൽ സങ്കീർത്തനം 121-ാം സങ്കീർത്തനം പല പ്രാവശ്യം ആ അനുഗ്രഹിക്കാനായിട്ട് കടന്നു വന്ന യേശുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശു തീർച്ചയായിട്ടും ഈ സങ്കീർത്തനങ്ങളെല്ലാം ചൊല്ലിയിട്ടുണ്ട്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എവിടെ നിന്ന് എനിക്ക് സഹായം വരുന്നു? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെ. നിന്റെ കാലിടറുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല. നിനക്ക് തണലേകുവാൻ, നിന്നെ സുഖപ്പെടുത്തുവാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. നിന്റെ എല്ലാ വ്യാപാരങ്ങളെയും അവിടുന്ന് രക്ഷിക്കും. കർത്താവെ, ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ, ഈ 121-ാം സങ്കീർത്തനം ചെല്ലുമ്പോൾ ആരെയൊക്കെയോ അങ്ങ് സ്പർശിക്കുന്നു. വീട്ടിലിരുന്ന് കേൾക്കുന്നവരായിരിക്കാം, മൊബൈൽ ഉപയോഗിച്ച് കേൾക്കുന്നവരായിരിക്കാം. ദൈവമേ, അവരെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കുന്നു എന്നതിന് അവിടെ ഉപയോഗിച്ചു ബ്ലസ്ഡ്, അനുഗ്രഹിച്ചു, ബ്ലസ്ഡ്, നന്ദി പറഞ്ഞു, വാഴ്ത്തി ദൈവത്തെ. അപ്പൊ സ്തുതിപ്പില് ദൈവത്തെ വാഴ്ത്തുമ്പോൾ ആ അനുഗ്രഹിക്കുന്ന കരം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നമ്മെ അനുഗ്രഹിക്കും. ഈശോയുടെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ 5-ാമത്തെ കാര്യം, as he was blessed them, he parted from them and was taken up to heaven. അവിടുന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പൊ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥമാക്കുന്നത്? നമ്മളൊക്കെ ടൈം ആൻഡ് സ്പേസിലുള്ളവരാ. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, ഈ മനോഹരമായ നീല കർട്ടന്റെ മുമ്പില്, ലൈറ്റുകളുടെ മുമ്പില് ഞാൻ, ഇറ്റ് ഈസ് മൈ ടൈം ആൻഡ് സ്പേസ് ആണ് ഞാൻ ഈ നിൽക്കുന്നത്. അപ്പൊ യേശു ഉദ്ധിതനായി എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥമാകുന്നത് ടൈമിലുമല്ല, സ്പേസിലുമല്ല, എല്ലായിടത്തും സർവ്വവ്യാപിയാണ്. അമേരിക്കയിലിരുന്ന് സ്തുതിക്കുന്നവർക്കും യേശുവിന്റെ അനുഗ്രഹം ലഭിക്കും. ഇന്ത്യയിലിരുന്ന് സ്തുതിക്കുന്നവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും.
സ്ട്രീറ്റിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നവർക്കും കിട്ടും, കുടിലിൽ താമസിക്കുന്നവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടും, ചേരി പ്രദേശത്ത് ജീവിക്കുന്നവർക്കും. അവർക്ക് മുഴുവനും സംലഭ്യനായി യേശു എന്നാണ് അതിനർത്ഥമാകുന്നത്. യേശു സംലഭ്യനായി. നമ്മൾ എപ്രകാരമാണ് യേശുവിനെ സമീപിക്കുന്നത്? വേദനയോടെയാണോ, ദുഃഖത്തോടെയാണോ? ചിലപ്പോഴൊക്കെ വളരെ ദുഃഖം നിറഞ്ഞ്, കരഞ്ഞ്, വിഷമിച്ച്, മരണം മുന്നിൽ കണ്ടുകൊണ്ട് കടന്നു വരുന്ന ഒരു അമ്മയെ ഞാൻ ഓർക്കുകയാണ്. ആ അമ്മയ്ക്ക് ക്യാൻസർ വന്ന് സെക്കൻഡറി സ്റ്റേജ് ആണ്. കരഞ്ഞുകൊണ്ടാണ് വ്യാപിയിരിക്കുന്നത്. ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കുമ്പസാരിക്കണം. ഞാനൊരു ദേവാലയത്തിൽ ഇരിക്കുകയാണ്. ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ കുമ്പസകാരക്കൂടില്ലാതെ വൈദികന്റെ അനുവാദപ്രകാരം ഞാൻ അവിടെ ഇരുന്ന് കുമ്പസാരിപ്പിച്ചു. കുമ്പസാരത്തിനു ശേഷം ഞാൻ ആ മകളുടെ ശിരസിലേക്ക് കൈകൾ വെച്ചിട്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കാനാൻകാരിയുടെ പ്രാർത്ഥന. അവള് കടന്നു വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താ? Son of David, have mercy on me. My daughter is tormented by the evil spirit. എന്റെ മകള് പിശാച് ബാധിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അപസ്മാരമായിരിക്കാം. അന്ന് ഇന്നത്തെ പോലെ ശാസ്ത്രമൊന്നും വളരാത്ത ദിവസമായിരിക്കാം. അവളുടെ രണ്ടാമത്തെ പ്രാർത്ഥനയുണ്ട്, കർത്താവെ വേഗം വരണമേ, കർത്താവെ സഹായിക്കണമേ. അവളുടെ രണ്ടാമത്തെ പ്രാർത്ഥന, കർത്താവെ സഹായിക്കണമേ. എന്തിനാണ് അവളെ സഹായിക്കേണ്ടത്? സെക്കൻഡറി സ്റ്റേജ് ആയിട്ട് ക്യാൻസർ വന്ന് കവിളിലെല്ലാം മുഴകള്, കക്ഷത്തില് മുഴകള്, ബ്രസ്റ്റ് എടുത്തു കളഞ്ഞിടത്തെല്ലാം വളരെയധികം നീരും വിഷമവുമാണ്. 20 മിനിറ്റോളം നീണ്ടു നിന്നുകൊണ്ട് തുടർച്ചയായിട്ട് വചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലി, ഒരു 10-40 വചനങ്ങൾ ചൊല്ലി. എന്റെ കൈ ആ ശിരസിൽ, ആ മകളുടെ ശിരസിലായിരുന്നു. അവള് സുഖപ്പെട്ടു. അപ്പൊ സർവവ്യാപിയായിരിക്കുന്ന യേശുനാഥൻ ഇന്ന് ബൈബിളിലുണ്ട്, പരിശുദ്ധ കുർബാനയിലുണ്ട്, വചനം പങ്കുവയ്ക്കുന്നിടത്തുണ്ട്. ഞാൻ ഈ വചനം പങ്കുവയ്ക്കുന്ന ഈ സ്ഥലത്ത് യേശുവിന്റെ സാന്നിധ്യമുണ്ട്. എന്റെ മുമ്പിൽ ആരുമില്ലെങ്കിലും എന്റെ മനസ്സിലേക്ക് 1000 ജനങ്ങൾ കടന്നു വരികയാണ്. ഈ ദിവസങ്ങളിൽ ഫോണിലൂടെയും ഇന്ന് ഞാനൊരു കുർബാന ചൊല്ലി, ഒരു ആഘോഷമായ കുർബാനയൊക്കെ ചൊല്ലി രാവിലെ യാത്ര ചെയ്ത് വീണ്ടും തിരിച്ചു വരുമ്പോഴും ഇന്ന് ദേവാലയത്തിൽ വന്ന മക്കൾ എൻ്റെ മുമ്പിലുണ്ട്. അവര് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പൊ സർവവ്യാപിയായി തീർന്നു യേശു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈശോയുടെ സ്വർഗാരോഹണം പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പഴയ നിയമത്തിലുമുണ്ട്. സങ്കീർത്തനം 60 യേശുവിന്റെ ഉത്ഥാനത്തെക്കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ അതിലേക്ക് വന്നുകൊള്ളാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2:7 ദൈവം തന്നെ ശൂന്യനാക്കി, അതിനാൽ അവിടുത്തെ നാമം മഹത്വപ്പെട്ടു, അവിടുന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലും 8-ാം വചനത്തിലും 2-ാം അധ്യായം 9-ാം വചനത്തിലും എല്ലാം യേശുവിന്റെ ഉത്ഥാനത്തെ കുറിച്ചാണ് കാണാൻ കഴിയുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും എല്ലാം കാണുന്നത് ഇതാണ്, യേശുവിന്റെ സ്വർഗാരോപണം. യേശു സ്വർഗാരോപണമായി, ഞാൻ എൻ്റെ പിതാവിന്റെ പക്കലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് 17-ാം അധ്യായം, പിതാവേ സമയമായിരിക്കുന്നു, പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പ്രാർത്ഥനയിൽ യേശു സ്വർഗത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളത് മുൻകൂട്ടി യേശു പറയുകയാണ്. പിതാവും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ആദിമസഭയിൽ യേശുവിൻ്റെ ഉത്ഥാനം, യേശുവിൻ്റെ ഉയർപ്പ്, യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട് ഞാൻ 8 കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത്, ഈ ലോകത്തിലെ തൻ്റെ ജീവിതം തീർന്നു, പുതിയൊരു ജീവിതം യേശു ആരംഭിക്കുകയാണ്. ഹിസ് എൻട്രൻസ് ടു ദ സ്റ്റേറ്റ് ഓഫ് എക്സോൾട്ടേഷൻ. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 2-ാം വചനം. But this man, after he had offered one sacrifice for sins. യേശു ഒരിക്കല് ഒരു ബലിയർപ്പണം നടത്തി പാപങ്ങൾക്ക് വേണ്ടി. Forever sat down at the right hand of the God. ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. യേശുവിന്റെ ഈ സ്വർഗാരോഹണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാര് 2 കാര്യങ്ങൾ പറയും.
ഒന്ന് ഹ്യൂമിലിയേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, മറ്റൊന്ന് എക്സോൾട്ടേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു മനുഷ്യാവതാരം ചെയ്ത് ഈ ലോകത്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് യേശു കുരിശിൽ മരിച്ച് പീഡകൾ സഹിച്ചു മരിച്ച്, ഇതെല്ലാം ഹ്യൂമിലിയേഷനാണ്. എന്നാൽ എക്സോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്തുതിക്കുന്നതാണ്. യേശുവിനെ സ്വർഗത്തിലേക്ക് മാലാഖമാര് കൊണ്ടുപോകുമ്പോൾ എക്സോൾട്ടേഷൻ, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സദാസമയവും ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ സ്തുതിപ്പിലാണ് നമ്മളൊക്കെ പങ്കുചേരുന്നത്. ഒരുപക്ഷെ ഈ സ്തുതിപ്പിന്റെ മഹത്വം ആദ്യ കാലഘട്ടങ്ങളിലൊന്നും എനിക്ക് അധികം മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആദ്യമൊക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? പതുക്കെ പറഞ്ഞാൽ പോരെ? സ്നേഹമുള്ളവരെ, അങ്ങനെയല്ല. നമ്മുടെ ഹൃദയം തുറന്ന്, നമ്മുടെ മനസ്സ് തുറന്ന്, നമ്മുടെ ശരീരം തുറന്ന് ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് ഒരു മനുഷ്യന് വേണ്ടി സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ നടക്കുകയാണ്. ഞാൻ ഓർക്കുന്നത്, ഒരു മനുഷ്യൻ സോറിയാസിസ് പിടിച്ച് വന്നിരിക്കുകയാണ്. ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയി വെഞ്ചരിക്കും. അങ്ങനെ വെഞ്ചരിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെ കിടന്നിരുന്ന ഈ സോറിയാസിസ് പിടിച്ചും കിഡ്നി രോഗം ബാധിച്ചും കിടക്കുന്ന 2 മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ കാലുകളില് അവരുടെ മേത്തൊന്ന് തട്ടി. അവർക്ക് വേദനിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ക്ഷമിക്കണം. അവര് പറഞ്ഞു സാരമില്ല അച്ചോ. പക്ഷെ അന്ന് ബലിയിലേക്ക് കടക്കുമ്പോഴും അവിടെ നിന്നുകൊണ്ടും അവർക്ക് വേണ്ടി സ്തുതിച്ചപ്പോൾ, ഉദ്ധിതനായ യേശുവിനോടുകൂടെ സ്തുതിച്ചപ്പോൾ, ഹല്ലേലൂയ പാടിയപ്പോൾ, സ്വർഗത്തിലെത്തിച്ചേർന്ന ദൈവത്തോടുകൂടി ഹല്ലേലൂയ പറയുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വരികയാണ്. ദൈവം സ്വർഗത്തിൽ ഉണ്ട് എന്നുള്ള വിശ്വാസവും ആ സ്വർഗത്തിലിരിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട്, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ബലിയർപ്പിച്ചാൽ, ബലിയർപ്പണത്തിൽ പങ്കുചേർന്നാൽ അവിടെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ പലപ്പോഴും ആ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കടന്നു ചെല്ലാതെ അവിടെ വന്നുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരാണ്. നമ്മൾ അച്ഛൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട്, ഒരുപക്ഷെ ശക്തമായ രോഗം ബാധിച്ച് കിടക്കുന്നവരോട് ഞാൻ പറയും. ഞാൻ ഓർക്കുന്നുണ്ട്, തൊണ്ടയ്ക്ക് ക്യാൻസർ പിടിച്ചു വന്ന ഒരു മകള് ബാബിലോൺ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് സെഹിയോനെ ഓർത്തു ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. അറിയപ്പെടാത്ത ഒരു ദേശത്ത് വെച്ച് ഞങ്ങൾ കർത്താവിന്റെ ഗാനങ്ങൾ പാടുന്നത് എങ്ങനെ? ഓർസലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ സംസാര ശക്തി നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ വചനം പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ മാംഗ്ലൂരിൽ നിന്ന് വന്ന ആ സഹോദരിയുടെ തൊണ്ടയിലുണ്ടായിരുന്ന ക്യാൻസർ എല്ലാം മാറി. ഇന്ന് നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രത്തില് കുരിശിന്റെ വഴിക്കും പ്രാർത്ഥനയുടെ സമയത്തുമെല്ലാം ഉപയോഗിക്കുന്ന 1-ാം തരം തേക്കിന്റെ കുരിശുകൾ ആ സഹോദരി, മാംഗ്ലൂരിലെ സഹോദരിയുടെ വീട്ടുകാര് ഈ സ്ത്രീയുടെ സൗഖ്യത്തിനു ശേഷം തന്നതാ. നമ്മൾ ഓർക്കണം, ദൈവം നമുക്ക് വലിയൊരു അനുഗ്രഹം തന്നാൽ നമ്മൾ എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കുന്നത്? 136-ാം സങ്കീർത്തനം പറയുന്നു, ദൈവത്തിന്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. 136-ാം സങ്കീർത്തനത്തില് 26 പ്രാവശ്യം പറയാം, ദൈവത്തിന്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്ത് നമ്മൾ എത്ര പ്രാവശ്യം നന്ദി പറയുന്നുണ്ട്? ആ സങ്കീർത്തനത്തിലൊരു വചനമുണ്ട്, സങ്കീർത്തനം 136 25-ാം വചനം പറയുകയാണ്, ദൈവം സർവ്വ ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദി പറയുക. ഒരു സഹോദരി, 9 അംഗങ്ങളുള്ള ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കഴിയുമ്പോൾ കെട്ടിച്ചു കൊണ്ടുവന്ന എനിക്ക് പലപ്പോഴും ഭക്ഷണങ്ങൾ കിട്ടാറില്ല, പല ഭക്ഷണവും ലഭിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, മോളെ, നീ 136-ാം സങ്കീർത്തനം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ആ സങ്കീർത്തനത്തില് പറയുന്നതാണ് 136-ൽ 25-ാമത്തെ, ദൈവം സർവ്വ ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നു, ദൈവത്തിന്റെ അനന്തകാരുണ്യത്തിന് നന്ദി. അവള് നന്ദി പറയുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവൾക്ക് ആവശ്യമായ വിഭവങ്ങള്, ഭക്ഷണങ്ങള്, വസ്ത്രങ്ങള് ദൈവം നൽകുന്നു. സ്വർഗാരോഹണത്തില് 1-ാമത്തെ കാര്യമാണ്, ഈ ലോകത്തിലെ ജീവിതം തീർന്നു, പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. സ്വർഗാരോഹണത്തില് ഈ ലോകത്തിലെ ജീവിതം
നമ്മുടെ തീർന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ആഹ്വാനമാണ് സ്വർഗാരോഹണം നമുക്ക് നൽകുന്നത്. ഈശോയുടെ സ്വർഗാരോഹണത്തിന് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സന്ദേശമാണ് എ ഹൈ പ്രീസ്റ്റ്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ എ ഹൈ പ്രീസ്റ്റ് ഈസ് ദെയർ. ഒരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ഹെബ്രായക്കാരുടെ ലേഖനത്തിൽ നമ്മൾ തുടർച്ചയായി കാണുന്ന ആ മഹാപുരോഹിതൻ യേശുവാണ്. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ അവിടുന്ന് മനുഷ്യനായി പിറന്നു. മനുഷ്യൻ്റെതായ വേദനകളും വിചാരങ്ങളും ഹ്യൂമിലിയേഷനും എല്ലാം അനുഭവിച്ച് സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നവർക്ക്, ദൈവത്തിൽ ആരാധിക്കുന്നവർക്ക് മാധ്യസ്ഥം വഹിക്കാൻ ഒരു മഹാപുരോഹിതൻ സ്വർഗാരോഹണത്തിലൂടെ, ഈശോയുടെ അസെൻഷനിലൂടെ നമുക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈശോയുടെ സ്വർഗാരോഹണം മൂന്നാമത് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം, ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ ഇവിടെ ആയിരിക്കുന്നത്, അതായത് യേശു പറയുകയാണ്, ഞാൻ ഇവിടെ ആയിരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകണം. അവിടെ നിന്ന് സഹായകൻ, പാരക്ലേറ്റ, യോഹന്നാന്റെ സുവിശേഷം പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. പാരക്ലേറ്റ, സഹായകൻ വരും. ഈ പരിശുദ്ധാത്മാവിന്റെ ദൗത്യത്തെക്കുറിച്ചാണ് 16 പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും, അത് പന്തക്കുസ്ത ദിനത്തിലാണ് സംഭവിച്ചത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെ മേലും ശിഷ്യന്മാരുടെ മേലും ആ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ച് ജോയൽ പ്രവാചകനാണ് പറയുന്നത്, എല്ലാവരുടെ മേലും ഞാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച ആ ദൗത്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്നെ നിഴലിക്കും എന്ന് പറയുക. അതിനുശേഷം പറയുകയാണ്, നിങ്ങൾ ഈ ജെറൂസലം വിട്ടു യൂദയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷ്യം വഹിക്കണം. ആരാണ് സാക്ഷ്യം വഹിക്കേണ്ടത്? ഇന്ന് ക്രൈസ്തവരാണ്, ഓരോ മലയാളികളാണ്, ഓരോ ക്രിസ്ത്യാനികളാണ്. ഞാൻ യേശുവിന് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് how will you answer? ഈശോയുടെ സ്വർഗാരോഹണം നമുക്ക് നൽകുന്നത്, യേശു എപ്രകാരമാണോ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയത്, അതുപോലെ തന്നെ തിരിച്ചു വരും. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ 1-ാം അധ്യായം 10-ാം വചനത്തിൽ കാണുകയാണ്, ഈശോ ബഥനിയായിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് മാലാഖമാര് പറയുകയാണ്, മൂഢന്മാരെ നിങ്ങൾ എന്താണ്? ഈശോ സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ തിരിച്ചു വരും, ആത്മശരീരങ്ങളോടെ തിരിച്ചു വരും. ഞാൻ ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. മാർഗരറ്റ് മേരി ഹലക്കോക്കിന് ഈശോയുടെ തൂങ്ങപ്പെട്ട ഈശോയുടെ ഹൃദയം കാണിച്ചിട്ട് പറഞ്ഞില്ലേ, വേദനിക്കുന്ന എൻ്റെ ഹൃദയം കാണുവിൻ. ഫൗസ്റ്റീനായ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടില്ലേ? പോയ ഈശോ ഓരോ വ്യക്തികളിലൂടെ ഇന്നും ജീവിക്കുന്നുണ്ട്. യേശുവിനെ നമുക്ക് കാണുവാനായിട്ട്, അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിലെല്ലാം ഉപരിയായിട്ട് ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ വൈദികൻ എടുത്തിട്ട് അപ്പം വാഴ്ത്തിയിട്ട് പറയും, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ആ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോയ യേശു തന്നെയല്ലേ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്? സ്നേഹമുള്ളവരെ, പല സ്ഥലങ്ങളിലും കുർബാന കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ധ്യാന അവസരങ്ങളിൽ വളരെ അടുത്തു വന്ന് കുമ്പസാരിക്കുകയും അവരുടെ രോഗവിവരങ്ങളൊക്കെ പറയുകയും ചെയ്ത ശേഷം അവർ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് അവരുടെ നാവുകളിൽ, അവരുടെ കൈകളിൽ വെച്ചു കൊടുക്കുമ്പോൾ ആ യേശു ഇന്നും, ഉത്തിതനായ യേശു, സ്വർഗത്തിലേക്ക് പോയ യേശു ഇന്ന് പരിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരികയാണ്. ഈ അടുത്ത ദിവസം ഞാനൊരു വീട്ടിൽ പോയി. വർഷങ്ങൾ, ഒരു 25 കൊല്ലം മുമ്പ് ധ്യാന കേന്ദ്രത്തിൽ കൈയെല്ലാം തളർന്നു വന്ന ഒരു അമ്മച്ചി, മകൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചിയുടെ മുടിയൊന്ന് കെട്ടിക്കൊടുക്കണം അച്ചോ. ഏതായാലും അന്ന് വചന പ്രഘോഷണത്തിൽ അടുത്തു വിളിക്കുന്ന യേശുവിന്റെ അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതിനുശേഷം കുർബാനയുടെ അവസരത്തിൽ
തളർന്നു കിടക്കുന്ന ആ കൈകളുള്ള അമ്മയുടെ നാവിലേക്ക് മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ കൈകൾ ശക്തിപ്പെട്ടു. 10-20 കൊല്ലമായിട്ട് ഇന്ന് ഒരു കുഴപ്പവുമില്ലാതെ, പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ആ അമ്മച്ചി ഇന്ന് ജോലി ചെയ്യുകയാണ്, മക്കളെ പോറ്റുകയാണ്. അവരുടെ കുടുംബത്തിന്റെ ഉയർച്ചകള് ദൈവം ഒരിക്കൽ സ്പർശിച്ചതിന്റെ ഫലമായിട്ട് ആ അമ്മയിലൂടെ, അവരുടെ മക്കളിലൂടെ ആ കുടുംബം ഉയരുകയാണ്. ഉദ്ധിതനായ മിശിഹ, സ്വർഗത്തിലേക്ക് പോയ മിശിഹ ആത്മാവിനെ നൽകുകയാണ്. ജീവിക്കുന്ന യേശു നമ്മിലേക്ക് കടന്നു വരുന്നു. ഇന്ന് കുർബാന സ്വീകരിക്കുമ്പോൾ, കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ യേശു തന്നെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമില് ജനിച്ച യേശുവാണ്. ബെഥനി അവരെ കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് പോയ യേശുവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. 5, ഉദ്ധിതനായ യേശു, സ്വർഗത്തിലേക്ക് പോയ യേശു ഇന്ന് വിശ്വാസികളുടെ ഹൃദയത്തിൽ അഗ്നിയാണ്, ജ്വലനമാണ്. വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വരികയാണ്. അവർ മാമോദീസ സ്വീകരിച്ചവരാകാം, അല്ലാത്തവരാകാം. ഈ അടുത്ത നാളുകളില് ഞാൻ നോർത്ത് ഈസ്റ്റില്, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിലൂടെ ഒന്ന് കടന്നുപോയി. അവിടെ യേശുവിന്റെ സ്പർശനം ലഭിച്ച് സൗഖ്യം ലഭിച്ച അനുഭവം ലഭിച്ച മക്കളാണ് യേശുവിന്റെ പാതയിലേക്ക് കടന്നു വന്ന് ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു മെത്രാൻ അവിടെ മാമോദീസ മുഖ്യ കാര്യം പറഞ്ഞു. അവരുടെ ഇടവകയിലെ 72 ആളുകൾ യേശുവിന്റെ അനുഭവം സിദ്ധിച്ചിട്ട്, അവരാ യേശുവിനെ അറിഞ്ഞിട്ട്, യേശുവിനെ വിശ്വസിച്ചിട്ട് കടന്നു വരിക. എനിക്ക് സക്കേവൂസ് പറയുന്നില്ലേ, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. കാണാനായിട്ടുള്ള ആ യാത്രയില് അവൻ കാണുന്നതിന് മുമ്പ് യേശു അവനെ കണ്ടിട്ട് പറഞ്ഞു, സക്കേവൂസേ, നീ താഴോട്ട് ഇറങ്ങി വരിക. അതാണ് യേശുനാഥൻ നിന്നെ താഴോട്ട് ഇറക്കി കൊണ്ടുവരികയാണ്. ഈ അവസരത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മകനെ, മകളെ, നിന്നെ താഴോട്ട് ഇറക്കുകയാ. എന്നിട്ട് യേശു പറയുന്നു, ഇന്ന് നിന്റെ വീട്ടില് ഞാൻ ഭക്ഷണത്തിന് വരുന്നു, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരിക. അപ്പോൾ അവന്റെ ഹൃദയം നൊന്നിട്ട് അവൻ പറയാ, കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1-ന് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. യേശുവിന്റെ ഉത്ഥാനമാണ്, യേശുവിന്റെ സ്വർഗാരോഹണമാണ് നമ്മുടെ കുടുംബത്തിനൊക്കെ ഈ രക്ഷ പ്രദാനം ചെയ്ത്. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ, ഞാനിത് പറയുമ്പോൾ വയറിൽ ശക്തമായ വേദനകളുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കാം. ഈ വചനം കേൾക്കുന്നവര്, ദൈവം അവരെ സുഖപ്പെടുത്തുന്നു. ഓപ്പറേഷൻ പറഞ്ഞതായിരിക്കാം. ദൈവമേ, ഈ അവസരത്തില് സക്കേവൂസിന്റെ വചനം ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്ന ആ വചനം, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ വചനം കേൾക്കുന്ന നിമിഷം തന്നെ കർത്താവെ, രോഗം മാറ്റുന്നതിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. 6, യേശുവിന്റെ അസെൻഷൻ, യേശുവിന്റെ സ്വർഗാരോഹണം, എ ഗ്രേറ്റ് മിനിസ്ട്രി, വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് നൽകിയത്. സമറിയക്കാരിയുടെ ഗ്രാമത്തിലേക്ക് യേശു കടന്നു ചെന്നു. അവളിലൂടെ ആ ഗ്രാമം മുഴുവനും യേശുവിലേക്ക് അറിഞ്ഞു. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കല്ലേ പോകുന്നത്? യേശു ശിഷ്യന്മാരോട് പറയുന്നില്ലേ തന്റെ ഉദ്ധാനത്തിന് ശേഷം, ജെറൂസലേമിലും യൂദയായിലും സമറിയായിലും ഈ ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷ്യം വഹിക്കണം. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഈശോ സ്വർഗാരോഹണത്തിലേക്ക് പോയതെന്നാണ് നടപടി പുസ്തകത്തില് 1-ാം അധ്യായത്തില് 9-ാം വചനത്തിൽ പറയും. യൂദയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും സാക്ഷ്യം വഹിക്കണം. ഇന്ന് ലോകത്തിന്റെ അതിർത്തികൾ വരെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും യേശുവിന്റെ വചനം കടന്നു ചെന്നിട്ടുണ്ട്. ഏതെങ്കിലും ഭൂഖണ്ഡം, ഏതെങ്കിലും രാജ്യം ഇന്ന് ബൈബിൾ ഇല്ലാത്തതുണ്ടോ? ഏതെങ്കിലും രാജ്യം യേശുവിനെ അറിയാത്തതുണ്ടോ? യേശുവിനെ അറിയുകയും അനുഭവിക്കുകയും എ ഗ്രേറ്റ് മിഷണറി, എ ഗ്രേറ്റ് മിനിസ്ട്രി ഈ ജീസസ് ഈസ് പ്രൊവൈഡ്സ് us. യേശുവിന്റെ ഉദ്ധാനത്തിലൂടെ യേശു നമുക്ക് പ്രദാനം ചെയ്യുന്നു വലിയൊരു മിനിസ്ട്രിയാണ്. എ ഗ്രേറ്റ് മിനിസ്ട്രി, ഗ്രേറ്റ് മിഷൻ വർക്ക് ജീസസ് പ്രൊവൈഡ്സ് us through his ascension. 7, യേശുവിന്റെ സ്വർഗാരോഹണം നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള ഒരു വിശ്വാസം തരികയാണ്. ആ വിശ്വാസം അനുഭവിക്കുകയാണ്. വിശുദ്ധ എവുപ്രാസ്യാമ്മയെ വിശുദ്ധി എന്ന് പ്രഖ്യാപിക്കുമ്പോഴും, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ വിശുദ്ധനെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുമ്പോഴും വത്തിക്കാൻ സ്ക്വയറിൽ ഞാൻ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ടല്ലേ പറയുന്നത്? വിശുദ്ധനാണ്.
വിശുദ്ധനാണ്. ആ വിശുദ്ധിയിലേക്ക്, ആ അസെൻഷനിലേക്കാണ് ഈശോ നമ്മളെ ഓരോരുത്തരെയും. നമ്മളൊരു പക്ഷേ നമ്മളാരും വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ സ്പേസ് ആൻഡ് ടൈമിൽ നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകും. ആ പ്രതീക്ഷയല്ലേ നമ്മെ നയിക്കുന്നത്. നമ്മുടെ മരണശേഷം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ ജീവിതം. ലാസറിന്റെ കുടുംബത്തിൽ ലാസർ മരിച്ചു. യേശു ആ ലാസറിന്റെ കുഴിമാടത്തിൽ ചെന്ന് നിന്നിട്ട് സ്വർഗത്തിലേക്ക് നോക്കി, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം ഉറക്കെ പറയാ, ലാസറേ, നീ പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകള് നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ നാട കണ്ടിക്കുന്നത് മനുഷ്യരാണ്. ഉയർപ്പിക്കുന്നത്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് യേശുവാണ്. ഈശോയുടെ സ്വർഗാരോഹണം നമുക്ക് നൽകുന്ന 8ാമത്തെ സന്ദേശം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയില്ലായിരുന്നു. അപ്പൊ യേശുവിൻ്റെ അസെൻഷൻ, യേശുവിൻ്റെ സ്വർഗാരോഹണം നമ്മളെ കാണിച്ചു തരുന്നത് നമുക്കൊരു സ്ഥലമുണ്ട്. ഈ സ്പേസില് നമ്മുടെ മരണശേഷം യേശു ശരീരത്തോട് കൂടിയാണ് സ്വർഗത്തിലേക്ക് പോയത്. പരിശുദ്ധ അമ്മ ശരീരത്തോട് കൂടിയാണ് സ്വർഗത്തിലേക്ക് പോയത്. എലീഷ ശരീരത്തോട് കൂടിയാണ് സ്വർഗത്തിലേക്ക് പോയത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും, ദൈവം തെരഞ്ഞെടുക്കുന്ന മക്കളെല്ലാവരും നമ്മുടെ പാപങ്ങളോ കുറ്റങ്ങളോ കുറവുകളോ അല്ല യേശു നോക്കുന്നത്. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകുവാൻ കടപ്പെട്ടവനാണ്. നമുക്ക് മുമ്പേ ഒരു ഹൈ പ്രീസ്റ്റ്, പ്രധാന പുരോഹിതൻ പോയിരിക്കുകയാണ്. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കാരുണ്യവാനായ യേശുവേ, അങ്ങ് എമ്മാനുവേലായി മനുഷ്യ അവതാരം ചെയ്തു. അങ്ങയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ നൂറുകണക്കിന് ആളുകളെ യേശുവേ രോഗസൗഖ്യം നൽകി, അങ്ങയുടെ വചനം നൽകി, അങ്ങേ പീഡാനുഭവത്തിലൂടെ കടന്നുപോയി. എന്നാൽ പിതാവായ ദൈവം അങ്ങയെ ഉയർപ്പിച്ചു 3-ാം നാള്. ഞങ്ങളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ്. കർത്താവേ, 40 ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യന്മാരെ അങ്ങ് കൂട്ടിക്കൊണ്ട് ബഥനിയയിലേക്ക് പോയി. അവിടെ അങ്ങ് അവിടെ നിന്ന് അങ്ങ് സ്വർഗത്തിലേക്ക് പോയല്ലോ. അങ്ങയുടെ അസെൻഷൻ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാര്, ബന്ധുമിത്രാദികൾ, ഇവരെല്ലാം അങ്ങയുടെ സന്നിധിയിലുണ്ടെന്ന് ഉറക്കെ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, സാധിക്കുമെങ്കിൽ നിങ്ങൾ മറ്റൊരാൾ കൂടി ഈ വചനം പങ്കുവെക്കണം. വചനം കേൾക്കട്ടെ, ആളുകൾ വചനത്തിലൂടെ വളരട്ടെ, വചനത്തിലൂടെ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ. എൻ്റെ ഫോൺ നമ്പർ ആരെങ്കിലും കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനയ്ക്കോ വിളിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം. 90 74 98 42 24.